ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പിയിലേക്ക് പോയാലോ? തട്ടുകടകളിലൊക്കെ കാണുന്ന ലെയറുകളോട് കൂടിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറാട്ട ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ ഉള്ളത്? അതിൻ്റെ കൂടെ നല്ല എരിവുള്ള പെപ്പർ ചിക്കൻ കൂടി ആയാലോ? പിന്നെ വേറെ എന്ത് വേണം അല്ലേ? ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് കേരളത്തിൽ അധികം ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല എരിവുള്ള കിടിലൻ പെപ്പർ ചിക്കൻ, വീശിയടിക്കാതെ എളുപ്പത്തിൽ ആർക്കും തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറാട്ടയുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പം മാത്രമേ ഞാൻ ഇതുപോലെ നല്ല വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീശി അടിച്ചൊക്കെ പൊറാട്ട ഉണ്ടാക്കാൻ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ വേണം അല്ലേ? അപ്പം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ വീട്ടമ്മമാർ പൊതുവെ ആ ജോലി നമ്മളെ ഹസ്ബൻഡിനെയോ വീട്ടിലുള്ള ആണുങ്ങളെയോ ഒക്കെ ഏൽപ്പിച്ച് മാറി നിൽക്കും അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വീശി അടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ട് ലെയറുകളോട് കൂടിയിട്ടുള്ള പൊറാട്ട ഇനി നമുക്ക് ആർക്കും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പം നമുക്കിനി പൊറാട്ട ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ അതൊന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊറാട്ട ചുട്ട് വരുമ്പോൾ നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണിത്. പിന്നെ ചേർത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. അതിനുശേഷം ഒരു കോഴിമുട്ട ഇതിനകത്തേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. കോഴിമുട്ട നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ലെങ്കിൽ കോഴിമുട്ടയുടെ വെള്ള മാത്രം ചേർത്താലും മതി. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അതിനുശേഷം വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് കുറച്ചധികം വെള്ളമാണ് നമുക്ക് മൈദമാവ് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ട് വരിക. എനിക്കിപ്പോൾ ഏകദേശം ഒരു ഫുൾ കപ്പിൽ ഒരു 2 ടേബിൾ സ്പൂൺ കുറവ് അത്രയും വെള്ളമാണ് ഞാനിപ്പോൾ ഈ ഒരു മൈദ ഇതുപോലെ കുഴച്ചെടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരോ മൈദേനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ ഒരു 2 മിനിറ്റ് നമ്മൾ കുഴയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിലായിരിക്കും ഈ മാവ്. അപ്പോൾ പേടിക്കേണ്ട, വെള്ളം കൂടി പോയിട്ടല്ല അത് നമ്മൾ കുഴച്ചെടുത്തിട്ട് ശരിയാക്കി എടുക്കണം. നമ്മൾ കുഴച്ച് റോൾ ചെയ്തും നമ്മൾ സ്ട്രെച്ച് ചെയ്തൊക്കെ കുഴച്ചിട്ടാണ് നമ്മളത് ശരിയാക്കേണ്ടത്. ഇത് എത്രത്തോളം നന്നായിട്ട് നമ്മൾ കുഴയ്ക്കുന്നു അത്രത്തോളം നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് നമ്മളിത് കുഴയ്ക്കണം. കുറച്ച് സമയം കുഴച്ചതിന് ശേഷം നല്ല ക്ലീനാക്കി വെച്ചിട്ടുള്ള കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ കുറച്ച് മൈദ തൂവി കൊടുത്തതിന് ശേഷം നന്നായിട്ട് റോൾ ചെയ്ത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ടൊക്കെ നമ്മളിത് കുഴച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതി ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു രീതിയിലാണ് നമ്മൾ പൊറോട്ട കുഴച്ചെടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് കുഴയ്ക്കാനായിട്ട് എടുക്കേണ്ടത് നോർമൽ വാട്ടറാണ് കേട്ടോ. ചൂടുവെള്ളത്തിലൊന്നുമല്ല, സാധാ വെള്ളത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ബ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തും ഓയിലാവുന്ന രീതിയിൽ ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തിയുള്ളൊരു തുണി എടുത്തതിന് ശേഷം അത് ഒന്ന് നനച്ചതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഇറ്റുന്ന ആ ഒരു രീതിയൊക്കെ മാറ്റിയിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിനി നമ്മുടെ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണിത്. 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 വലിയ സവാള, കുറച്ച് കറിവേപ്പില, 3 പച്ചമുളക്,
അരമുറി ചെറുനാരങ്ങ. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മുടെ സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ വലിയ സവാള ആയത് കാരണമാണ് 2 എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സവാളയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടും ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ടും സവാള എടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ സവാളയൊക്കെ നല്ല നൈസായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ അടുപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ പെപ്പർ ചിക്കന്. അപ്പോൾ ഇനി അതിനകത്തേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നമ്മളതൊന്ന് വഴറ്റിയിട്ടെടുക്കണം. കരിഞ്ഞു പോകരുത്. നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട്. ശേഷം നമ്മുടെ സവാള ഇട്ട് കൊടുക്കണം. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ എല്ലാ സവാളയും ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. സവാളയിൽ ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഉപ്പ് നമ്മൾ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ഈ രീതിയിൽ വഴറ്റിയെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുത്താലും സവാള നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും നമ്മുടെ കറിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പ് ചേർക്കാതെയാണ് നമ്മൾ സവാള ഇപ്പോൾ വഴറ്റിയെടുക്കുന്നത്. ഇനി അതിനകത്തേക്ക് ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ അതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ കുരുമുളകൊക്കെ വരുമല്ലോ, അപ്പോൾ നല്ല എരിവുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട, എന്നാൽ നന്നായിട്ടൊന്ന് വാടി കിട്ടണം. ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ വഴറ്റിയതിന് ശേഷം നമ്മളിനി മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുരുമുളകൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല എരിവുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്താലും മതി. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ കുരുമുളകിൻ്റെ ഒരു അളവ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി കുറച്ച് കുരുമുളക് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇപ്പം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടാണ് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി നമ്മൾ ലാസ്റ്റ് വഴറ്റിയതിന് ശേഷം കുറച്ചും കൂടി കുരുമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളെ ചിക്കൻ നമ്മൾ ഇവിടെ എന്താ പറയുക മസാലയൊന്നും തേച്ച് വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആ ചിക്കനും കൂടി കണക്കാക്കിയിട്ടുള്ള ഉപ്പ് നമ്മൾ ഈ ഉള്ളിക്കകത്തേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കൂടി ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഈ ഒരു ലെവലിലാണ് ഇത് കഷ്ണാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ടതൊന്ന് വഴറ്റി എടുക്കണം. എല്ലാം കൂടി നമ്മുടെ ആ ഒരു മസാലയൊക്കെ ആ ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇനി നമ്മളിതൊന്ന് അടച്ച് വെക്കണം. അപ്പോൾ നമ്മൾ ഇത് വെള്ളമില്ലാതെ വേവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ചിക്കൻ്റെ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ചിക്കൻ കുറച്ച് വേവ് കൂടുതലുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ തന്നെ അത് വെന്തോളൂ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കുരുമുളക് പൊടിയും കറിവേപ്പിലയും ചേർത്തതിന് ശേഷം നമ്മളിതൊന്ന് അടച്ച് വയ്ക്കണം. അപ്പോൾ അതിൽ നിന്നുള്ള വെള്ളം ആദ്യം അതിലൊന്ന് വേവട്ടെ. ശേഷം നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, അല്ലാതെ തന്നെ നമുക്കിത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി ചേർക്കുകയാണെങ്കിൽ തന്നെ ചൂടുവെള്ളം വേണം ചേർക്കാൻ. ഈ ഉള്ളിയിലെ വെള്ളം മുഴുവൻ പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. പക്ഷേ എനിക്ക് കുറച്ച് ഗ്രേവി ഉള്ളതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഈ രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കുറച്ച് നാരങ്ങ നീരും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ലാസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ഇത് അടച്ച് വെക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് സമയം അടച്ച് വെച്ചതിന് ശേഷം കഴിക്കുമ്പോഴാണ് നമുക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുക. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊറാട്ടയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണിത്.
അപ്പോൾ ഇതാ നമ്മുടെ മൈദ മാവ് ഇതിപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പിനകത്തേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ച്, ഇതുപോലെ ഒന്ന് നന്നായിട്ട് കുഴച്ച് വലിച്ച് നന്നായിട്ടൊന്ന് റോൾ ചെയ്തിട്ട് നമ്മൾ എത്ര എണ്ണമാണോ നമുക്ക് വേണ്ടത് ആ ഒരു അളവിൽ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വലിച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഒരു കത്തി വെച്ചിട്ട് നമ്മളിതിപ്പോൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു 6 എണ്ണമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഓരോ ഉരുളയായിട്ട് കയ്യിലെടുത്തതിന് ശേഷം മറ്റേ കൈ കൊണ്ട് അടിയിൽ നിന്ന് മുകളിലേക്ക് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ബോൾസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഓരോരോ ബോൾസായിട്ട് കയ്യിലെടുത്തതിന് ശേഷം മറ്റേ കൈ കൊണ്ട് അടിയിൽ നിന്ന് മുകളിലേക്ക് പ്രസ് ചെയ്തിട്ട് നമ്മൾ ബോൾസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പൊറോട്ടയ്ക്ക് ബോൾസ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഓരോന്നും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമ്മൾ ഓയിൽ എല്ലാത്തിൻ്റെ മുകളിലും നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ 6 പൊറോട്ടേൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നനഞ്ഞ തുണി അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് നമ്മളിനി അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റായിട്ടും ഇതുപോലെ നല്ല എളുപ്പത്തിൽ പരത്തിയെടുക്കാനായിട്ടും നമുക്ക് പറ്റും. ഇനി നമ്മളിത് ഓരോന്നായിട്ട് എടുത്ത് പരത്തി കൊടുക്കുകയാണ്. ഒരു ചപ്പാത്തിയുടെ റോളർ വെച്ചിട്ട് നമ്മളിതിങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ പരത്തി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ വളരെ ഈസിയാണ് ഇത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് അത്രയും ഒരു ഇതിൽ നമ്മൾ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ നമ്മളിതിപ്പോൾ ഒന്ന് ഇതുപോലെ പരത്തിയിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ, ഞാനൊരു ബൗൾ നിറയെ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പൊറോട്ട ഉണ്ടാക്കാനായിട്ട്. ഇനി നമ്മൾ ഓയിൽ ഗ്രീസ് ചെയ്തതിന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മൈദപ്പൊടി ഇതുപോലെ ഒന്ന് തൂവി കൊടുക്കണം. അപ്പോൾ അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെയർ ഉണ്ടാക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാതിരിക്കാനാണ്. ഇനി നമ്മളൊരു കത്തി വെച്ചിട്ട് ഞാൻ ഈ കാണിക്കുന്നത് പോലെ നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ടെടുക്കണം. അപ്പോൾ വളരെ സിമ്പിളാണ്, വീശി അടിക്കാതെ ഒരുപാട് രീതിയിൽ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയൊരു മെത്തേഡാണിത്. ഒരുപാട് ലെയേഴ്സ് കിട്ടുന്നൊരു രീതിയാണിത്. അപ്പോൾ നമ്മളിനി കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം തറ്റത്ത് നിന്ന് സെൻറ്ററിലേക്ക് ഇതുപോലെ ഒന്ന് ഇങ്ങനെ നീക്കി എടുക്കണം. അപ്പോൾ പേടിക്കൊന്നും വേണ്ട, അത് നമുക്ക് നല്ല ലെയറായിട്ട് കിട്ടും. ഇങ്ങനെ ഒന്നിച്ച് ചുരുണ്ട് പോകുന്നല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ ഇതുപോലെ സെൻറ്ററിലേക്ക് നമ്മൾ ഇതുപോലെ നീക്കി എടുത്താൽ മതി. വളരെ സിമ്പിളാണ്, ഈ കാണുന്നത് പോലെ തന്നെ സിമ്പിളാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വലിക്കണം. ഒരുപാട് വലിച്ച് പൊട്ടിച്ച് കളയരുത്. ജസ്റ്റ് ഒന്ന് വലിച്ചതിന് ശേഷം ഇതുപോലെ റോൾ ചെയ്തിട്ട് എടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇത് അടിയിലേക്ക് തിരികെ കൊടുക്കണം. അങ്ങനെ തിരികിയിട്ടില്ലെങ്കിൽ നമ്മുടെ ആ ലെയർ അഴിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിനി ഓരോന്നും ചെയ്തിട്ടെടുക്കാം.
ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് പരത്താം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് സമയം കൂടി തുണിക്കടിയിൽ ഇതുപോലെ ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ സമയത്ത് തന്നെ നമുക്ക് പരത്തിയിട്ടെടുക്കാം. നമ്മൾ എത്ര നേരം ഓയിൽ തടവി റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു അത്രയും നമുക്കിതിങ്ങനെ പരത്തിയെടുക്കാൻ എളുപ്പമായിട്ട് വരും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈവച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് നീക്കി കൊടുത്താൽ മാത്രം മതി. അരികുവശം ഇങ്ങനെ ഇതുപോലെ ഒന്ന് നീക്കി നമ്മൾ പത്തിരിയൊക്കെ പരത്തുന്ന ആ ഒരു രീതിയിൽ കൈ വെച്ചിട്ട് ഇതുപോലെ എത്ര വേണമെങ്കിലും നമുക്ക് വലിച്ച് നീട്ടിയെടുക്കാൻ പാകത്തിനാണ് നമ്മുടെ ഈ ഒരു മാവ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് 1 കിലോ മൈദപ്പൊടിയിൽ നിന്ന് ഒരു 20 പൊറോട്ട വരെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഈ എടുത്തിട്ടുള്ള ഒരു അളവിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളത് ഒരു 6 പൊറോട്ടയാണ്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ചുട്ടെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം കുറച്ച് ഓയിൽ നന്നായിട്ട് തടവി കൊടുക്കുക. അതിനുശേഷം നമ്മൾ പൊറോട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ചൊന്ന് കളറ് മാറുമ്പോൾ നമ്മളൊന്ന് മാറ്റി, നന്നായിട്ട് വേവണ്ട, ഒന്ന് വേവുമ്പോൾ നമ്മളൊന്ന് തിരിച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല കളറൊക്കെ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് നമ്മുടെ ഷുഗറിൻ്റെ ഇത് മെൽറ്റായിട്ട് വന്നിട്ടുള്ള കാരമലൈസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു കളറാണിപ്പോൾ ഇത്. അപ്പോൾ അതിനാണ് നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ഓയിൽ ഇതുപോലെ തടവി കൊടുത്തതിന് ശേഷം തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ലെയറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ലെയർ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുക ഇപ്പോഴല്ല, നമ്മളിതെല്ലാം ചുട്ടതിന് ശേഷം അതൊന്ന് 2 അരികുവശം നമുക്കൊന്ന് തട്ടിയിട്ടെടുക്കണം. അപ്പോഴാണ് ലെയർ ഇങ്ങനെ തിരിഞ്ഞു വരിക. അപ്പോൾ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടുള്ള നല്ല ലെയറുകളുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വളരെ ഈസിയാണ്, ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ നമ്മൾ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റിൽ ഇട്ടതിന് ശേഷം ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ സൈഡിൽ നിന്ന് നന്നായിട്ട് തട്ടിക്കൊടുക്കുക. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് നമുക്ക് ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റാണ് ഇതിൻ്റെ ഉള്ളിൽ, കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇനി നമ്മളെ ഹസ്ബൻഡിനൊന്നും സഹായമില്ലാതെ നമുക്ക് തന്നെ വീട്ടിൽ പൊറോട്ട ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചിക്കൻ പെപ്പറിൻ്റെ കൂടെ ഇത് നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഈ രണ്ടും നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോലെ നമ്മൾ ഈ ഒരു റെസിപ്പി നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും, നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്.